Hi, hello, welcome back to my YouTube channel Blush with Arya. സോ നമ്മളൊന്നൊരു വൈറൽ ഫേസ് പാക്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. ഈ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. റൈസ് ചോറ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കും. ഓക്കെ, നല്ലൊരു കിടിലൻ ഫേസ് പാക്ക് തന്നെയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ്. 40 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നമുക്ക് റിസൾട്ട് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വൈറൽ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചോറാണ്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചോറും എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചോറ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങാണ്. ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ്. പിന്നെ നമുക്ക് ചെറിയൊരു നാരങ്ങൻ്റെ പകുതി മാത്രം ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്ര മാത്രം മതി. നാരങ്ങ അലർജി ആണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ചെറിയൊരു ചൂടിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. പേസ്റ്റ് ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ കരിഞ്ഞൊന്നും പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ നമുക്കിതെങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് ചൂടാറിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് റൈസൊക്കെ അറിയാം. നമുക്ക് കൊറിയൻകാരുടെ സ്കിന്നിൻ്റെ അവരുടെ ബ്യൂട്ടീൻ്റെ ഒരു രഹസ്യം തന്നെയാണ് ചോറെന്ന് പറയുന്നത്. റൈസ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പാക്കുകളും ഫേസ് പാക്കുകൾ അവർ ഇടാറുണ്ട് കേട്ടോ. അത് നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ടാനൊക്കെ ഉണ്ട് ഇതൊക്കെ റിമൂവ് ചെയ്യാനും നല്ല യങ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കളർ ഇല്ലാത്തവരൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് ഇട്ട് നോക്കൂ കേട്ടോ. നമുക്ക് ഒരാഴ്ചയിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു ടാനൊക്കെ മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തുള്ള അല്ലെങ്കിൽ ശരീരത്തിലെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഏതാണ് ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് നമുക്ക് ഈ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ബോഡിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ടാന് നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കളർ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ടിട്ട് ടാനൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു കളർ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഒരു ഭംഗിയില്ലാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേലെ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ മേലെ വരുന്ന പിഗ്മെൻറ്റേഷൻ, ടാന് അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിറം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഡ്രൈ ആയതിനു ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഒരു 10-20-25 മിനിറ്റിനുള്ളിൽ തന്നെ അതൊന്ന് ഡ്രൈ ആവും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഇത് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതൊന്ന് വാഷ് ചെയ്യാൻ. അത് ചോറായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അത് ഒട്ടണ പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഡ്രൈ ആകുമ്പോൾ ഒന്ന് ശരിയായിക്കോളൂ കേട്ടോ. അപ്പം ഇത് ഫേസ് വാഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ട് ഫേസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതുപോലത്തെ പാക്കുകളൊക്കെ നമ്മളിട്ട് ഫേസിലിടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പഴയ ടീഷർട്ടൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പുതിയതൊക്കെ ഇട്ട് വെച്ചാൽ നാശവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടിയോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചത്. അപ്പോൾ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് തരും കേട്ടോ. അത് ശരി തന്നെയാണ്. നമുക്ക് ആ ഒരു ഇടുന്നതിന് മുമ്പ്, ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പ് ഇട്ടതിന് ശേഷം നമുക്കൊരു സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയ പോലെ ഫീൽ ചെയ്യും. പിന്നെ നല്ല കൂളായ പോലെ ഫീൽ ചെയ്യും കേട്ടോ. നല്ല നമുക്ക് തൊടുമ്പോൾ നല്ല കൂളിങ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്കിൻ ഭയങ്കര സോഫ്റ്റായ പോലെ തോന്നും. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ആവും. പിന്നെ കരിവാളിപ്പ്, മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, അതായത് നിങ്ങളുടെ ഫേസ് ഡള്ളായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലൻ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ഫേസിന് വേണം, ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കൂ. കിടിലൻ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.